Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic lease financing from the subject Financial Services for BBA Semester 3 students of the Kerala University. Dear students, lease financing is one of the important fund-based financial services. Here, let us discuss the meaning of leasing. Leasing is a process by which a firm can obtain the use of certain fixed assets for which it must pay a series of contractual, periodic, tax deductible payments. The lessee is the receiver of the services or the assets under the lease contract, and the lessor is the owner of the assets. ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ് ലീസ് ഫിനാൻസിങ് അഥവാ ലീസിംഗ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലീസ് ഫിനാൻസിങ്ങിനെ അല്ലെങ്കിൽ ലീസിങ്ങിനെ പാട്ടക്കരാറെന്ന് അല്ലെങ്കിൽ വാടക കരാറെന്നൊക്കെ പറയാറുണ്ട്. പാട്ടം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പാട്ടക്കരാറ് അഥവാ ലീസിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലീസിങ് എന്ന് പറയുന്നത് ഒരു ഫേം അഥവാ ഒരു സ്ഥാപനം അതിൻ്റെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ്, ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, മെഷീനറി ആകാം, അതുപോലെ ഫിക്സഡ് അസറ്റ്സ് ഏതുമാകാം. ഈ അസറ്റ്സ് സ്വന്തമാക്കാതെ തന്നെ, പൈസ കൊടുത്ത് അല്ലെങ്കിൽ പണം കൊടുത്ത് അത് വാങ്ങിക്കാതെ തന്നെ അതിൻ്റെ ഉപയോഗം ഒരു കരാർ പ്രകാരം, ഒരു പാട്ടക്കരാറിലൂടെ നിശ്ചിത കാലയളവിലേക്കായി സീരീസ് ഓഫ് പേയ്മെൻറ്റ്സിലൂടെ, ടാക്സ് ഡിഡക്റ്റബിൾ പേയ്മെൻറ്റ്സ്, അതായത് ടാക്സ് കൊടുത്തുകൊണ്ടുള്ള ചില സീരീസ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സിലൂടെ ആ ഫിക്സഡ് അസറ്റ്സിൻ്റെ ഉപയോഗം നടത്തുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ലീസിംഗ് എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ബിസിനസ്സിന് ഒരു മെഷീനറി ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ആ മെഷീനറി വാങ്ങാതെ തന്നെ അത് ഉള്ള വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഓണറിൽ നിന്ന് ആ മെഷീനറി വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ പാട്ടത്തിനെടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പാട്ടത്തിനെടുത്ത് അല്ലെങ്കിൽ ലീസിനെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു കരാറുണ്ടായിരിക്കും. അതിന് കരാർ അഥവാ ലീസ് എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ആ ലീസ് എഗ്രിമെൻ്റ് പ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് പീരിയോഡിക്കായിട്ട് സീരീസായിട്ട് പേയ്മെൻറ്റ്സ് കൊടുക്കണം. ഇത്തരത്തിൽ ഒരു മെഷീനറിയോ മറ്റ് ഫിക്സഡ് അസറ്റ്സോ വാങ്ങിച്ച് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന ആളിനെ ലെസ്സി എന്നും, അതായത് ഈ സർവീസ് റിസീവ് ചെയ്യുന്ന ആളിനെ ലെസ്സി എന്നും, ആ ഫിക്സഡ് അസറ്റിൻ്റെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ മെഷീനറി, അതിൻ്റെ ഓണറെ ലെസ്സർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു പാട്ടക്കരാറിൽ പാട്ടത്തിന് എടുക്കുന്ന ആളിനെ അല്ലെങ്കിൽ വാടക കരാറിൽ വാടകയ്ക്ക് എടുക്കുന്ന ആളിനെ ലെസ്സി എന്നും വാടകയ്ക്ക് കൊടുക്കുന്ന ആളിനെ ലെസ്സർ എന്നും പറയും. അതായത് ആ അസറ്റിൻ്റെ ഓണറെ ലെസ്സർ എന്നും ആ അസറ്റ് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തിയെ ലെസ്സി എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ലീസിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. The relationship between the tenant and the landlord is called a tenancy and can be for a fixed or an indefinite period of time called the term of the lease. The consideration for the lease is called rent. ഇവിടെ പാട്ടക്കരാറ് അഥവാ ലീസ് എഗ്രിമെൻറ്റിൽ ടെനൻറ്റും ലാൻഡ്ലോർഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ബന്ധത്തെ ടെനൻസി എന്നാണ് പറയുന്നത്. ടെനൻറ്റ് എന്ന് പറഞ്ഞാൽ വാടകക്കാരൻ, ലാൻഡ്ലോർഡ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ അഥവാ ഓണർ. ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തെയാണ് ടെനൻസി എന്ന് പറയുന്നത്. ടെനൻസിയെ നമുക്ക് പാട്ടക്കരാറെന്നോ വാടകക്കരാറെന്നോ ഒക്കെ പറയാനായിട്ട് സാധിക്കും. ഈ വാടക കരാർ അല്ലെങ്കിൽ പാട്ടക്കരാർ, ടെനൻസി ചിലപ്പോൾ ഒരു ഫിക്സഡ് പീരീഡിലേക്ക് വേണ്ടിയായിരിക്കും ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു അനിശ്ചിത കാലയളവിലേക്ക്, ഒന്നുകിൽ നിശ്ചിത കാലയളവിലേക്കായിരിക്കും അല്ലെങ്കിൽ അനിശ്ചിത കാലയളവിലേക്ക്. എന്തു തന്നെയായാലും ഈ കാലയളവിനെ നമ്മൾ ടേം ഓഫ് ദ ലീസ് എന്ന് പറയും. ഉദാഹരണത്തിന് 10 വർഷത്തേക്കാണ് നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കുന്നതെങ്കിൽ അതിനെ ആ 10 വർഷത്തെ ടേം ഓഫ് ദ ലീസ് എന്ന് പറയും. ഇനി നമുക്കറിയാം, ഏതൊരു കരാറിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൺസിഡറേഷൻ വേണം, എങ്കിലേ ആ കരാറിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. കൺസിഡറേഷൻ എന്താണെന്ന് നമുക്കറിയാം, സംതിങ് ഇൻ റിട്ടേൺ. ഇവിടെ ഒന്ന് നോക്കാം, ഈ പാട്ടക്കരാറിൽ ടെനൻറ്റും ലാൻഡ്ലോർഡും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ടെനൻറ്റിനെ സംബന്ധിച്ച് ലാൻഡ്ലോർഡിൻ്റെ കൈവശമുള്ള ഏതെങ്കിലും ഫിക്സഡ് അസറ്റ്, മെഷീനറി ആകാം, ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ മറ്റ് ബിൽഡിംഗ് ആകാം, അത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റ്സ് ഉപയോഗിക്കാനായിട്ട് ലഭിക്കുന്നു. ഇനി ലാൻഡ്ലോർഡിനെ സംബന്ധിച്ച് ഈ ടെനൻറ്റ് നൽകുന്ന വാടക അഥവാ റെൻറ്റ്, അതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഈ പാട്ടക്കരാറിലെ ലീസിലെ കൺസിഡറേഷനെ നമുക്ക് റെൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും.
Lease can be defined as the following ways. A contract by which one party, lessor, gives to another lessee the use and possession of equipment for a specified time and for fixed payments. Second point, the document in which this contract is written. Third point, a great way companies can conserve capital. And fourth point, an easy way vendors can increase sales. അപ്പോൾ ലീസിനെ നമുക്ക് പല തരത്തിൽ നമുക്ക് നിർവചിക്കാം. ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നതാണ്, ഒരു പാർട്ടി അഥവാ ലെസ്സർ മറ്റൊരു പാർട്ടിക്ക്, അതായത് ലെസ്സിക്ക് ഒരു എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണം അതല്ല ഒരു മെഷീനറിയുടെ ഉപയോഗവും അതിൻ്റെ കൈവശം വെക്കാനുള്ള അവകാശവും ഒരു നിശ്ചിത കാലയളവിലേക്ക്, സ്പെസിഫൈഡ് ടൈമിലേക്ക് ഫിക്സഡ് പേയ്മെൻറ്റ്സിന്, അതായത് തുടർച്ചയായിട്ടുള്ള ചില പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പൈസയ്ക്ക് നൽകുന്ന ഒരു കരാറിനെയാണ് ലീസ് എന്ന് പറയുന്നത്. ഒരു ലെസ്സിക്ക് ഒരു എക്യുപ്മെൻറ്റിൻ്റെ യൂസും പൊസഷനും, ഉപയോഗവും കൈവശം വെക്കാനുള്ള അവകാശവും ഒരു കരാറിലൂടെ ഒരു നിശ്ചിത സമയത്തേക്ക് ഫിക്സഡ് പേയ്മെൻറ്റ്സിന്, നിശ്ചിത തുകയ്ക്ക് നൽകുന്നതിനെയാണ് ലീസ് എന്ന് പറയുന്നത്. ലീസിനെ വീണ്ടും വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ കൂടി പറയാം, അതായത് ഈ കരാറ് എഴുതി വയ്ക്കുന്ന ആ രേഖയ്ക്ക്, ഡോക്യുമെൻറ്റിനും ലീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ടെനൻറ്റും ലാൻഡ് ലോർഡും, ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഈ കരാറ് എഴുതി തയ്യാറാക്കുന്ന ആ രേഖയ്ക്കും ലീസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ഓരോ പല കമ്പനീസിനും അവരുടെ ക്യാപിറ്റൽ, മൂലധനം കൺസേർവ് ചെയ്യാന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നാണ്. അപ്പോൾ കമ്പനീസിന് തങ്ങളുടെ ക്യാപിറ്റൽ അഥവാ മൂലധനം സംരക്ഷിക്കാനുള്ള മഹത്തായ ഒരു മാർഗമായിട്ടാണ് ലീസിനെ നിർവചിച്ചിരിക്കുന്നത്. മാത്രമല്ല വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സിന് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് തങ്ങളുടെ കച്ചവടം, സെയിൽസ്, വിൽപ്പന കൂട്ടാൻ ഉപകരിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ് ലീസ് എന്നും പറയപ്പെടുന്നു. A lease transaction is a commercial arrangement whereby an equipment owner or manufacturer conveys to the equipment user the right to use the equipment in return for a rental. ലീസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു കമേഴ്ഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഒരു എക്യുപ്മെൻ്റ് ഓണർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ഒരു വ്യക്തിക്ക് ഒരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശം വാടകയ്ക്ക് നൽകുന്ന ഒരു ഇടപാടിനെ, ഒരു ട്രാൻസാക്ഷനെയാണ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ അറേഞ്ച്മെൻറ്റിനെയാണ് ലീസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. In other words, lease is a contract between the owner of an asset, the lessor, and its user, the lessee, for the right to use the asset during a specified period in return for a mutually agreed periodic payment, the lease rentals. The important feature of a lease contract is separation of the ownership of the asset from its usage. ഇവിടെ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസറ്റിൻ്റെ ഓണറും ലെസ്സർ എന്ന് പറയും, അതിൻ്റെ ഉപയോക്താവ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ ലെസ്സി, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കരാറിനെയാണ് ലീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ കരാറ് പ്രകാരം ലെസ്സർ അഥവാ ഓണർ ഓഫ് ദ അസറ്റ് ആ അസറ്റ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശം ഒരു നിശ്ചിത കാലയളവിലേക്ക്, സ്പെസിഫൈഡ് പീരിയഡിലേക്ക് പരസ്പരം സമ്മതിച്ചുള്ള ഒരു കരാറ് പ്രകാരം പീരിയോഡിക് പേയ്മെൻറ്റ്, കാലാകാലങ്ങൾ ഒരു നിശ്ചിത തുകയ്ക്ക്, അതായത് പീരിയോഡിക്കായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന്, ഈ വാടകയ്ക്ക് ലീസ് റെൻ്റൽസ് എന്നാണ്, വാടകയ്ക്ക് കൊടുക്കുന്നതിനെയാണ് ലീസ് കോൺട്രാക്റ്റ് അഥവാ പാട്ടക്കരാർ എന്ന് പറയുന്നത്. ഈ പാട്ടക്കരാറിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ ഫീച്ചർ, പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ യൂസേജും ഓണർഷിപ്പും, അതായത് ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പും യൂസേജും തമ്മിലുള്ള സെപ്പറേഷനാണ്. അസറ്റിൻ്റെ ഓണർ ആയിരിക്കില്ല യൂസ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയായിരിക്കും, എന്നാൽ അതിൻ്റെ ഓണർ മറ്റൊരു വ്യക്തിയായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓണർ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസേജും ഓണർഷിപ്പും തമ്മിലൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ തമ്മിലൊരു വ്യത്യാസം ഇവിടെ ഉണ്ട്. അതാണ് ഈ പാട്ടക്കരാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീസ് ഫിനാൻസിങ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ ലെസ്സർ? And third question, who is a lessee?
I hope all of you understood the meaning of lease financing or leasing from this lecture quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.